ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസ് അട്ടിമറിക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം. അർജുൻ തന്നെയാണ് പ്രതിയെന്നും കരുതിക്കൂട്ടി നടത്തിയ കുറ്റകൃത്യമെന്നുമാണ് കുടുംബം പറയുന്നത്. നീതിക്ക് വേണ്ടി നിയമപോരാട്ടം തുടരുമെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടേത് കൊലപാതകമെന്ന് കോടതി വിലയിരുത്തിയെങ്കിലും പ്രതി ചേർക്കപ്പെട്ട അർജുൻ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷനും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലും അന്വേഷണ ഉദ്യോഗസ്ഥനും പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കി അർജുനെ കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും പ്രതി അർജുൻ തന്നെയെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. കേസ് അട്ടിമറിക്കുവാൻ വലിയ പരിശ്രമം നടത്തിയെന്നും കുട്ടിയുടെ അച്ഛൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ഇത് അട്ടിമറിച്ചത് കൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഈ 2.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് സത്യം തെളിഞ്ഞേ പറ്റത്തുള്ളൂ. ഇവൻ തന്നെ ചെയ്തിരിക്കുന്നത് നമുക്ക് 100% ഉറപ്പാണ്. സംഭവം നടക്കുന്ന ദിവസം കുട്ടിയുടെ കുഞ്ഞമ്മ കടയിൽ പോകുമ്പോൾ തിരികെ എത്തുന്നതടക്കം പ്രതി അന്വേഷിച്ചിരുന്നുവെന്നും ഇവരും പറയുന്നു. അന്ന് ഞാൻ പെരിയാറിലൊരു കടയിൽ വർക്ക് ചെയ്യുന്നത്. അന്ന് ഞാൻ രാവിലെ പോയപ്പോൾ പോലും എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എപ്പോൾ വരും? അപ്പം ഞാൻ പറഞ്ഞു വൈകിട്ടാകും, അവരുടെ മകളുടെ ഒരു നിശ്ചയമായിരുന്നു, അപ്പം അതുകൊണ്ട് ഞാൻ താമസിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. പ്രതിയെ കുറ്റവിമുക്തനാക്കിയുള്ള കട്ടപ്പന കോടതിയുടെ വിധിക്കെതിരെ നിയമ പോരാട്ടം തുടരുവാൻ തന്നെയാണ് കുടുംബത്തിന്റെയും തീരുമാനം. 14 വർഷം കാത്തിരുന്നു കിട്ടിയ കുഞ്ഞോമന കൊല ചെയ്യപ്പെട്ടു എന്ന് കോടതി പറയുകയും ഒപ്പം കുറ്റം ചുമത്തിയ പ്രതിയെ വെറുതെ വിടുകയും ചെയ്യുമ്പോൾ ഉയരുന്നത് ഒരു ചോദ്യമാണ്: ആരാണ് ഈ കുരുന്നിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്? വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.